മീഡിയ വൺ ബിസിനസ് എക്സലൻസ് പുരസ്കാരങ്ങൾ മന്ത്രി പി രാജീവ് സമ്മാനിച്ചു. വ്യവസായ വ്യാപാര ഭരണരംഗത്തെ പ്രമുഖർ ഭാഗമായ കോൺക്ലേവിൽ 1000-ഓളം ഡെലിഗേറ്റ്സുകൾ പങ്കെടുത്തു. വിദ്യാഭ്യാസ, വ്യവസായ, വാണിജ്യ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രമുഖരെയാണ് കൊച്ചിയിൽ നടന്ന മീഡിയ വൺ ബിസിനസ് കോൺക്ലേവിൽ ആദരിച്ചത്. ബ്രിഡ്ജിയോൺ സ്കിൽവേഴ്സിറ്റി സിഇഒ ജാബിർ ഇസ്മായിൽ, SLBS മാർക്ക്ലാൻഡ് MD ജിൻക ജോസ്, ലോവേസ് ഇന്റർനാഷണൽ MD അനസ് TV, നെക്സസ് MD ഹിറാസ് KM എന്നിവർക്ക് വ്യവസായ മന്ത്രി പി രാജീവ് മീഡിയ വൺ ബിസിനസ് എക്സലൻസ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. കേരളത്തിൽ ഒരു നിക്ഷേപവും വിജയിക്കില്ല എന്ന മനോഭാവം മാറ്റുകയായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളിയെന്നും അതിൽ മാറ്റം വരുത്താൻ കഴിഞ്ഞുവെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു. കേരളത്തിന്റെ ഒരു കുറവെന്നുള്ളത് ഡീപ്പ് റൂട്ടഡ് പ്രിസംഷൻ ആയിരുന്നു. ഇവിടെ ഒരു സംരംഭവും സാധ്യമാവില്ല. ആ ഒരു പ്രിസംഷൻ മാറ്റലായിരുന്നു ഏറ്റവും വലിയ ചലഞ്ച്. അതിൽ നിങ്ങളുടെ സംഭാവന നന്നായിട്ടുണ്ട്, മാധ്യമങ്ങളുടെ പൊതുവായിട്ട്. നാടിന്റെ സാമൂഹിക അന്തരീക്ഷം മാറണമെന്നും നിക്ഷേപകർക്ക് ചുവന്ന പരവതാനി വിരിച്ചു നൽകണമെന്നും KC വേണുഗോപാൽ MP പറഞ്ഞു. ഉദ്യോഗസ്ഥരുടെ അനുമതി, ഗവൺമെന്റിന്റെ അനുമതി വേണ്ട ഒരുപാട് മേഖലകളുണ്ട്. അതൊക്കെ വളഞ്ഞ വഴിയിലൂടെ കിട്ടാനല്ല, പക്ഷെ ലളിതമായിട്ട് കിട്ടാനും വേഗത്തിൽ കിട്ടാനുമുള്ള സംവിധാനം ഉണ്ടാകണം. റെഡ് ടാപ്പിസം ഉണ്ടാകാതിരിക്കണം. അതിനെ ഞാൻ പറയാറുണ്ട് എല്ലായിടത്തും. റെഡ് ടാപ്പിസം അല്ല ഇന്ന് കേരളം ആഗ്രഹിക്കുന്നത്, റെഡ് കാർപ്പറ്റാണ് നിക്ഷേപകർക്ക്. ചുവന്ന പരവതാനി നിക്ഷേപകർക്ക് വിരിച്ചു കൊടുക്കേണ്ട ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ബോൾഗാട്ടി ഗ്രാൻഡ് ഹയാത്തിൽ നടന്ന ബിസിനസ് കോൺക്ലേവിൽ 1000-ലധികം ഡെലിഗേറ്റുകൾ പങ്കെടുത്തു. 3 വേദികളിലായി നടന്ന 22 സെഷനുകളിൽ സംരംഭകർ, ബിസിനസ് ഇൻഫ്ലുവൻസർമാർ, സ്ട്രാറ്റജിസ്റ്റുകൾ തുടങ്ങിയവർ സംവദിച്ചു. അഡീഷണൽ ചീഫ് സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷ് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തു. ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ ചെയർമാൻ MA യൂസുഫ് അലി മുഖ്യപ്രഭാഷണം നടത്തി. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ചെയർമാൻ ബാലഗോപാൽ ചന്ദ്രശേഖർ, മീഡിയ വൺ CEO മുഷ്താഖ് അഹമ്മദ്, മീഡിയ വൺ എഡിറ്റർ പ്രമോദ് രാമൻ എന്നിവർ പങ്കെടുത്തു. മീഡിയ വൺ, കൊച്ചി.